കറന്റ്ലി നീറ്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വർഷത്തെ കട്ട് ഓഫ് ഇച്ചിരി കൂടുതലാണ്. നമ്മൾ 40% അല്ലെങ്കിൽ 50% ക്വാളിഫയിങ് കട്ട് ഓഫ് എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ കട്ട് ഓഫ് കൂടുതലാണ്. പക്ഷെ നമ്മൾ ടോട്ടലായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ നമ്പർ എടുക്കുന്ന സമയത്ത് നീറ്റ് തുടങ്ങിയത് മുതലുള്ള ടോട്ടൽ ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ക്വാളിഫൈഡ് ആയിരിക്കുന്ന ഒരു ഇയറും 2024 സോ നീറ്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്റ്റുഡന്റിന്റെ ഒരു ഡൗട്ടാണ്. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു ഓൾ ഇന്ത്യ റാങ്ക് ആണല്ലോ. നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ നടക്കുന്നത് കേരള റാങ്കിന്റെ അടിസ്ഥാനത്തിലാണ്. സോ എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു കേരള റാങ്ക് വരുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരുപാട് സ്റ്റുഡൻസിന് വലിയ ഡൗട്ട് ഉണ്ടാവും. നമുക്ക് കേരള റാങ്ക് കണ്ടെത്താനായിട്ട് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ മെത്തേഡും, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളൊരു എക്സാക്ട് റാങ്ക് അറിയാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. സോ നമ്മൾ ഈ ഒരു രണ്ട് ഓപ്ഷൻസ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഓൾ ഇന്ത്യ റാങ്കിനെ ഒരു 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി അതിന്റെ ഒരു 500 റാങ്ക് മേളിലോ 500 റാങ്ക് താഴെയോ ആയിരിക്കും നോർമലി നമ്മുടെ കേരള റാങ്ക് വരാനായിട്ട് ചാൻസ് ഉള്ളത്. ഇത് നമ്മളിപ്പോ കഴിഞ്ഞ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു തിയറി വർക്കൗട്ട് ആവാറുണ്ട്. പക്ഷെ ഈ വർഷം അത് വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കുന്നില്ല. ബിക്കോസ് ഈ വർഷം ക്വാളിഫൈഡ് സ്റ്റുഡൻസിന്റെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. അത് കൂടാണ്ട് ടോപ്പ് മാർക്ക് മേടിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ഒരുപാടുണ്ട്. സോ ഇത് വർക്കൗട്ട് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന്റെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൺസ് എന്ത് ചെയ്തു റിസൾട്ട് വന്നു, ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ ഓൾ ഇന്ത്യ കോട്ടയുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് കേരളത്തിൽ കൗൺസിലിംഗ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ എൻട്രൻസ് കമ്മീഷണർ ഓഫ് കേരളയാണ്. സോ കീമിന്റെ സൈറ്റിലോട്ട് നമുക്ക് നമ്മുടെ ഓൾ ഇന്ത്യ റാങ്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ കീമിന്റെ സൈറ്റിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ കീമിന്റെ സൈറ്റിൽ കയറുകയാണെങ്കിൽ അവിടെ നമ്മുടെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും നമ്മുടെ നീറ്റിന്റെ സ്കോർ അതിനകത്തോട്ട് അപ്ലോഡ് ആകും. അതിനുശേഷം മാക്സിമം ഒരു 1 വീക്ക് ടൈമിൽ എന്ത് ചെയ്യും കേരള റാങ്ക് എക്സാക്ട് ആയിട്ടുള്ള കേരള റാങ്ക് എൻട്രൻസ് കമ്മീഷൻ ഓഫ് കേരള തന്നെ എന്ത് ചെയ്യും പുറപ്പെടുവിക്കും. അതിൽ നമ്മുടെ എന്താണ് ഓരോ കാറ്റഗറി റാങ്ക്സ് സെപ്പറേറ്റ് തന്നെ ഉണ്ടാവും. OBC റാങ്ക് സെപ്പറേറ്റ് ഉണ്ടാവും, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് സെപ്പറേറ്റ് ഉണ്ടാവും, SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ റാങ്ക് സെപ്പറേറ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾ NRIക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റാങ്ക് സെപ്പറേറ്റ് ഉണ്ടാവും. സോ എന്ത് ചെയ്യുക, ഇതാണ് നമ്മുടെ ഒരു എക്സാക്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. സോ എനിഹൗ എന്താണ് നിങ്ങളുടെ കേരള റാങ്ക് ഒരു 15 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. മാക്സിമം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും ഓരോ സ്റ്റേറ്റുകളും, അത് കൂടാണ്ട് ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്തായാലും അതോറിറ്റീസിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവും. സോ വൺസ് കീം ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്ന സമയത്ത് നിങ്ങൾ കീമിന്റെ സൈറ്റിൽ പോയിട്ട് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങളുടെ കേരള റാങ്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. നീറ്റിന്റെ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോസ് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.